സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ബാക്കി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിൽ നിയന്ത്രണമുണ്ട്. പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള സന്ദർശനം നിരോധിച്ചു. അഖിൽ പാലോട്ടുമഠം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, സംസ്ഥാനത്തെമ്പാടും അതായത് 14 ജില്ലകളിലും അലർട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ എപ്പോഴാണ് ഇതിനകത്ത് ഒരു റിവൈസ് വരിക? കാരണം നമുക്കറിയാം, ഓരോ പ്രത്യേക സമയങ്ങളിലും ഈ അലേർട്ടുകൾ മാറി മാറി വരും. ഇപ്പം ഇന്ന് രാവിലത്തെ കാലാവസ്ഥ നോക്കിയതിന് ശേഷവും കാലാവസ്ഥാ പ്രവചനങ്ങൾ കണക്കിലെടുത്ത ശേഷവും അലേർട്ടുകളിൽ മാറ്റം വരാം. അതെപ്പോഴത്തേക്കാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ നിലനിൽക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? വീണ, സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ പൂർണ്ണമായ മാറ്റം വന്നിരിക്കുകയാണ്. റെഡ് അലർട്ട് ഉണ്ടായിരുന്നത് പൂർണ്ണമായും ഒഴിവായിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും, അതായത് 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്, മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും അവസാനത്തെ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്നതിൽ 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അതായത് നേരത്തെ വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് ആയിരുന്നു, അതും ഇപ്പോൾ മാറി ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളപ്പോൾ അവിടെയും ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ അവിടെ 40 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് കാറ്റ് ഉണ്ടാകാൻ സാധ്യത എന്നതാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാകട്ടെ അത് 30ലേക്ക് താഴുന്നുണ്ട്. അങ്ങനെ ഓറഞ്ച് അലർട്ടിലേക്ക് മാറുന്നുണ്ട്. അതായത് ഒരു ശാന്തമായ സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. അതീവ മഴയില്ല, എന്നാലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഒരിടവും ഇപ്പോഴും ഗ്രീനായി മാറിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ റെഡ് അലർട്ടിൽ നിന്നും ഇപ്പോൾ നമുക്ക് ഓറഞ്ച് അലർട്ടിലേക്ക് എത്തി എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. വീണ, മറ്റ് മുന്നറിയിപ്പുകൾ പിൻവലിച്ചിട്ടുണ്ടോ അഖിൽ? അതായത് ഇപ്പോൾ പൊന്മുടിയിലേക്കുള്ള യാത്രാ നിരോധനമുണ്ട്. മറ്റ് വിനോദസഞ്ചാര ഇടങ്ങൾ പലയിടങ്ങളിലും യാത്രാ നിരോധനമുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? നിലവിൽ വീണ, അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടില്ല. അതായത് മത്സ്യബന്ധനത്തിന് പോകുന്നവരും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നവരും മറ്റു ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മലയോര പ്രദേശങ്ങളിൽ, പൊന്മുടി എന്നൊക്കെ പറയുന്നത് മലയോര പ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് മേഖലയാണ്. ആ മേഖലകളിലൊക്കെ തന്നെ ടൂറിസം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. കടലിൽ പോകുന്നവർ, അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിലൂടെയും മലയോര പ്രദേശങ്ങളിലൂടെയും ഒക്കെ തന്നെ യാത്ര ചെയ്യുന്നവരും ഒക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റ് ശക്തമായി വീശുന്ന സമയത്തൊക്കെ തന്നെ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാത്രമാണ് ഒരു മാറ്റം വന്നിട്ടുള്ളത്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. വീണ, ഓക്കെ, ശരിയാക്കി.